ഇലക്ഷൻ കാല കോമഡികളിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കുറച്ചും കൂടി ചിരിക്കാനുള്ള വകയായിട്ടാണ് ഇത്തവണ ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് സുഹൃത്തുക്കളെ. എന്തായാലും ഇന്നത്തെ ഇലക്ഷൻ കോമഡി തൂക്കിയിരിക്കുന്നത് മറ്റാരുമല്ല, വണ്ണിന്റെ ഉള്ളി അഖിൽ മാരാർ തന്നെയാണ്. അഖിൽ മാരാറും രമേശ് പിഷാരടിയും തമ്മിലുള്ള ചെറിയ ഉരസലുകളൊക്കെ ഇതിനോടകം പലരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. അത് മുട്ട കോമഡിയാണ് മക്കളെ. നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. അതുകൂടാതെ മറ്റു പല കോമഡികളെയും കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം അതിൽ തന്നെ തുടങ്ങാം. അപ്പൊ സംഭവം എല്ലാത്തിനും തുടക്കം എന്ന് പറയുന്നത്, നിലവിൽ തൃക്കാക്കരയിൽ NDA 2020 സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ഈ പറഞ്ഞ അഖിൽ മാരാർ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അഖിൽ മാരാർ ഓടി നടന്ന് ഇന്റർവ്യൂകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനിടെ ഈ പറഞ്ഞ അഖിൽ മാരാർ എന്താക്കി, സൈന സൗത്ത് പ്ലസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തു. അങ്ങനെ ആ ഇന്റർവ്യൂവിൽ വെച്ച് രമേശ് പിഷാരടിയുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരൻ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം കുറിച്ചത്. രമേശ് പിഷാരടി അറിയാലോ, ഇത്തവണ പാലക്കാടിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് ആ ഇന്റർവ്യൂവിലെ ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. ഒരു പക്ഷേ മമ്മൂട്ടിയോ മോഹൻലാലോ മത്സരിച്ചാൽ പോലും കേരളത്തിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ജയിക്കില്ല. കാരണം ജനങ്ങൾ സ്റ്റാറുകളുടെ സ്റ്റാർ വാല്യൂ നോക്കിയല്ല വോട്ട് ചെയ്യുന്നത്. എപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായം പറയുന്നു അന്ന് അവസാനിക്കും സെലിബ്രിറ്റി സ്റ്റാറ്റസും സ്റ്റാർഡവും എല്ലാം. അതുകൊണ്ട് ഇതൊന്നും വോട്ടായി മാറത്തില്ല. ആകെ കിട്ടുന്നൊരു ഗുണം 20 ദിവസം മത്സരിക്കാൻ കിട്ടുമ്പോൾ ആ 20 ദിവസം കൊണ്ട് 4 പേരുടെ മുന്നിലേക്ക് കൊണ്ട് ഫിഗർ കാണിക്കുമ്പോൾ ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ അയാളെ ഞങ്ങൾക്ക് അറിയാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഏത് സ്റ്റാറിനെ ആയാലും ഇയാളെ സിനിമയിലൊക്കെ അഭിനയിച്ചിറങ്ങുന്നവനല്ലേ, അല്ലെങ്കിൽ മറ്റേ TV ഷോയിൽ കണ്ടവനല്ലേ. ഇതാണ് ജനത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നവരെ മറ്റേ TV സീരിയൽ ആൾ, അല്ലെങ്കിൽ മറ്റേ ബിഗ് ബോസ് 11, അല്ലെങ്കിൽ സിനിമയിലെ നായകൻ, ഇവൻ എങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കാതെ ഇവന് വോട്ട് കൊടുത്തേക്കാമെന്ന് കേരളത്തിൽ ഒരാളും ചിന്തിക്കുമെന്ന് എനിക്കറിയാത്തില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അത്രയേറെ സാധാരണക്കാരനുമായി സംസാരിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അതെ, അത് സത്യമാണ്. എന്ത് കൃത്യമായിട്ടാണല്ലേ ഇദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. നിലപാടെന്നൊക്കെ പറഞ്ഞതാണ് വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് ഇദ്ദേഹം കാര്യം പറയുന്നത്. പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ സ്റ്റാർഡ് നോക്കിയല്ല നിയമസഭാ ഇലക്ഷൻ ആരെയും വോട്ട് ചെയ്യുന്നത്. ഇവിടെ രാഷ്ട്രീയം വേറെ, സ്റ്റാർഡം വേറെ അല്ലേ. കറക്റ്റ് ആണ് ആ പറഞ്ഞത്. പക്ഷെ അത് അവിടെ നിൽക്കട്ടെ. ഇതേ അഖിൽ മാരാർ തന്നെ 2 ദിവസം മുമ്പേ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ തൊട്ടു മുമ്പത്തെ വീഡിയോയിൽ പ്ലേ ചെയ്തതാണ്. എന്നാൽ ഒന്നും കൂടി നിങ്ങളൊന്ന് കണ്ടു. തിരിച്ചറിയാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരുപാട് പേർക്ക് എന്നെ അറിയാം, സോഷ്യൽ മീഡിയ വഴിയായാലും നിയമ ചാനൽ വഴിയായാലും. അപ്പോൾ ഇന്ന ആളാണ് അഖിൽ മാരാർ, ഇനി അയാൾക്ക് ഞാൻ എന്തിനു വോട്ട് കൊടുക്കണം എന്നതാണ് രണ്ടാമത്തെ ചിന്ത. ആ രണ്ടാമത്തെ ചിന്ത അവരിലേക്ക് എത്തിക്കണമെങ്കിൽ 100 ദിവസത്തെ ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആർക്കും എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? 100 ദിവസത്തെ ബിഗ് ബോസ് കണ്ട ആർക്കും എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നും പോലും. ഇതേ ആൾ തന്നെയാണ് 2 ദിവസം കഴിഞ്ഞ് ഇപ്പുറത്ത് വേറെ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും ഒരു സ്റ്റാർഡം വെച്ചോ ഫെയിം വെച്ചോ നിയമസഭാ ഇലക്ഷനിൽ പങ്കെടുക്കരുത്. അങ്ങനെ പങ്കെടുത്തു കഴിഞ്ഞാണെങ്കിൽ ആരും നമുക്ക് വോട്ട് തരില്ല പോലും. എങ്ങനെയാണോ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ നിലപാട് മാറ്റി പറയാൻ തോന്നുന്നത്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഇങ്ങനെ നിലപാട് സിംഹം എന്നല്ല വിളിക്കേണ്ടത്, നിലപാട് ഓന്ത് എന്നാണ് വിളിക്കേണ്ടത്. ഇങ്ങനെ ദിവസത്തിന് ദിവസം നിലപാട് മാറ്റുന്ന ഒരു മനുഷ്യനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇഷ്ടം. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം ഇങ്ങനെ രമേശ് പിഷാരടിയെ കുറിച്ച് പറഞ്ഞ ഭാഗം നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ പിഷാരടി മത്സരിക്കാൻ പോകുമ്പോൾ പിഷാരടി എന്ന് പറയുന്ന പിഷാരടി എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ വോട്ട് കൊടുക്കേണ്ടത്? പിഷാരടി എന്ന് പറയുന്ന വ്യക്തിയെ കണ്ട് അയാൾ കോമഡി പറയാൻ വേണ്ടിയിട്ടാണോ രാഷ്ട്രീയം? അല്ല, അയാളുടെ നിലപാടുകൾ നോക്കും, പൊളിറ്റിക്കൽ സ്റ്റാൻഡുകൾ നോക്കും, ഇന്നലകളിൽ കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അയാൾ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് നോക്കും. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് അയാൾ പ്രിയപ്പെട്ടവനായതുകൊണ്ട് അയാൾക്കൊരു സീറ്റ് ചിലപ്പോൾ കിട്ടും. അത്രേ. അതെന്ന് വെച്ചാൽ കോൺഗ്രസിന് അയാളെ കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ മുൻ വേദികളിൽ അയാൾ പോയിട്ടുണ്ട്. പിന്നെ ധർമ്മജൻ ഒരുപാട് നമ്മളെ ചിരിപ്പിച്ച നടനല്ലേ, എന്താ ജനം വോട്ട് കൊടുത്ത് ജയിപ്പിക്കാൻ? അപ്പോൾ ഈ രാഷ്ട്രീയം ഇതൊന്നുമല്ല. പിന്നെ നമ്മൾ രണ്ടാമത് ജനം നോക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇവൻ ഇനി ജയിച്ചാൽ നമുക്ക് പറയാനുള്ളതിനാണോ, ഇവനെ കൊണ്ട് കൊള്ളാമോ, ഇതൊക്കെ വിലയിരുത്തും. പിന്നെ ഇപ്പം ഞാൻ മത്സരിക്കുന്ന ഒരു മുന്നണി കേരളത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മുന്നണിയാണ്. വോട്ട് പ്രകാരം ഒരു 20% താഴെ മാത്രം വോട്ടുള്ള ഒരു മുന്നണിയാണ്. അപ്പോൾ ആ മുന്നണിയിൽ ഞാൻ മത്സരിക്കാൻ പോകുമ്പം എനിക്ക് അധികാരം മോഹിച്ചിട്ടാണോ ഞാൻ പോകുന്നത്? അല്ല. ആദ്യം ഞാൻ എൻ്റേതായ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക സമൂഹത്തിൽ. ആ സ്പേസിൽ നിന്നുകൊണ്ട് നാടിന് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക. ഞാൻ നല്ലൊരാളാണെന്നും എന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടാവുമെന്നും ജനത്തിന് തോന്നി തൃക്കാക്കരയിലെ ജനം എനിക്ക് വോട്ട് ചെയ്യും. ഓക്കെ, അതാണ് സംഭവം. പുള്ളിക്കാരൻ രമേശ് പിഷാരടിയുമായി ഒരു സെൽഫ് കമ്പാരിസൺ നടത്തിയതാണ് സംഭവം. അതായത് രമേശ് പിഷാരടി ഒരു കൊമേഡിയൻ ആണ്, എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോമിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് കയറി വന്നൊരു വ്യക്തിയാണ്. അതേപോലെ തന്നെയാണ് ഞാനൊരു ബിഗ് ബോസ് വിന്നറാണ്, ഒരു എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോമിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് കയറി വന്ന ഒരാളാണ്. പക്ഷെ എന്ന് കാര്യത്തിൽ അതിന്റെ പ്രിവിലേജ് എനിക്കോ പിഷാരടിക്കോ കിട്ടത്തില്ല. അത് കാരണം നിയമസഭാ ഇലക്ഷനിൽ ജയിച്ച് കയറാൻ പറ്റുമെന്നും ആരും കരുതണ്ട. നമ്മുടെ രാഷ്ട്രീയ നിലപാടും നമ്മുടെ പ്രവർത്തനങ്ങളും നോക്കി മാത്രമേ ആളുകൾ നമുക്ക് വോട്ട് ചെയ്യത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് ആശാൻ അവിടെ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതിനുവേണ്ടി പുള്ളിക്കാരൻ ഒരു ഉദാഹരണമായിട്ട് പിഷാരടിയെ എടുത്തേ ഉള്ളൂ. പക്ഷെ അഖിൽ മാരാറെ, നിങ്ങൾ ഈ ഉദാഹരിക്കാൻ വേണ്ടി എടുത്ത ആൾ അങ്ങ് മാറിപ്പോയി. നിങ്ങൾ വേറെ ആരെടുത്താലും വേണ്ടില്ലായിരുന്നു, രമേശ് പിഷാരടിയെ തൊട്ട് കളിക്കാൻ പാടില്ലായിരുന്നു. കാരണം രമേശ് പിഷാരടി എന്ന് പറയുന്നത് അറിയാലോ, കൗണ്ടറുകളുടെ ആശാനാണ്. ഒരു കാലത്ത് സ്റ്റേജുകളിൽ കയറി കൗണ്ടർ അടിച്ച് മാത്രം ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെയാണ് നിങ്ങൾ ഇമാതിരി കാര്യങ്ങൾക്ക് ഉദാഹരിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. എന്തായാലും അഖിൽ മാരാരുടെ ഈ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോ രമേശ് പിഷാരടി വെറുതെ ഇരുന്നില്ല കേട്ടോ. ഇതിന് നല്ല കിടില മറുപടി രമേശ് പിഷാരടി തന്നെ കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. ഈ അഖിലിന്റെ ഒക്കെ കാര്യത്തിൽ അഖിൽ എന്നെ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നേക്കാൾ ഇളയ ഒരാളായിരിക്കും.
അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ട് അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും. അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ട. ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പം നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിൻ്റെ ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ എന്താണ് ഇജ്ജാതിയൊക്കെ സ്വപ്നങ്ങളിൽ മാത്രം ഊക്കാണെങ്കിൽ ഇങ്ങനെ കൂക്കണം. അഖിൽമാരങ്ങോട്ട് അടിച്ച് താഴ്ത്തി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനിയിപ്പോ ഞാനിതൊക്കെ പറഞ്ഞ കേട്ട് ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് ആരും വിചാരിക്കരുത് കേട്ടോ. എനിക്കൊരു പാർട്ടിയോടും അനുഭാവിത്വമില്ല. അവസരം കിട്ടുമ്പോഴേക്ക് നമ്മളെല്ലാ പാർട്ടിയും ഒരുപോലെ ഊക്കാറുമുണ്ട്. പക്ഷെ ഇത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. കാരണം അമ്മാതിരി കൗണ്ടറിൽ ഇവിടെ പിഷാരടി അടിച്ചു വെച്ചേക്കുന്നത്. അവനെനിക്ക് വേണ്ട, അവനെ ഞാൻ മൈൻഡ് ചെയ്യുന്നേ ഇല്ലേ എന്നുള്ള രീതിയിലാണ് പിഷാരടിന്റെ സംസാരം അല്ലേ. എന്തായാലും ഇതോടെ അഖിൽമാരാർ ചമ്മി നാറിന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി ഇതിനുള്ള മറുപടി ആയിട്ട് അഖിൽമാരാർ വീണ്ടും വരുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുവെക്കാം. വളരെ ചിന്തിച്ച് കൂട്ടിക്കുക. പിഷാരടി പാലക്കാട് പറഞ്ഞത് അഖിൽ ഇന്ന് പറയുന്ന എല്ലാ അടുത്ത ആഴ്ച പറയുന്നത് ചുരുങ്ങി 2 വർഷമെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് വേണം അഖിൽ പറയുന്ന 2 വർഷങ്ങളിൽ പ്രതികരണം നടത്താനെന്നാണ് പിഷാരടി പറഞ്ഞത്. എല്ലാ ദിവസവും ഒരു കാര്യം തന്നെ നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് പ്രാക്ടിക്കലി നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ശരിയാണ്. എല്ലാ ദിവസവും നമുക്ക് ഒരേ കാര്യം തന്നെ പറയാൻ പറ്റൂല. പക്ഷെ ഓരോ ദിവസവും ഓരോ കാര്യം എങ്ങനെയാണ് പോയി മാറ്റി മാറ്റി പറയാൻ പറ്റുന്നത്. അത് നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ അഖിൽമാരാറെ. നീ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഒരു ഉളുപ്പിലാണ് ഇങ്ങനെ ദിവസം കൂടുന്തോറും നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടല്ലോ. നിന്നെക്കൊണ്ടേ ഇത് പറ്റത്തുള്ളൂ. നീ ബാക്കി പറയുന്നതായാലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിക്കുകയായിരുന്നില്ല. മറിച്ച് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 2020 എന്ന ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയിൽ സിനിമയിൽ നിന്നുള്ളവരും സീരിയലിൽ നിന്നുള്ളവരും ഒക്കെ സ്ഥാനാർത്ഥികളായി മാറുന്നൊരു സാഹചര്യം വന്നു. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ വലിയ രീതിയിൽ അത് പരിഹാസ്യ രൂപേണ പല ആൾക്കാരും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും കൊണ്ടാടുന്നത് കണ്ടു. വ്യക്തിപരമായിട്ട് ഇപ്പം ബിഗ് ബോസ് വിജയായി അഖിൽമാരാർക്ക് മത്സരിക്കാൻ എന്താണ് യോഗ്യത എന്നും ചോദിച്ചുകൊണ്ട് ധാരാളം പേർ പറയുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ആ പല ചോദ്യങ്ങൾക്കും പല ആൾക്കാരുടെ ചർച്ചകൾക്കും ഒരു മറുപടി എന്നോണം ഞാൻ പറഞ്ഞതാണ്. എന്താണ് അങ്ങനെയാണെങ്കിൽ രമേശ് പിഷാരടിയുടെ യോഗ്യത ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞതാണ്, അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ അദ്ദേഹം വ്യക്തിപരമായിട്ട് ഇപ്പം ഇന്ന് പറഞ്ഞതാണ് നാളെ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്താണ് ഏതാണ് എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാം. അതെ, ഒരുപാട് ഇങ്ങനെ മാറ്റി പറഞ്ഞതിനെ കൊണ്ട് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയണം. എന്നാൽ മാത്രമേ കൃത്യമായിട്ട് മറുപടി പറയാൻ അഖിലേട്ടന് പറ്റത്തുള്ളൂ. എന്താ അഖിലേട്ടൻ ഇങ്ങനെ എന്താണ് നിങ്ങളൊന്ന് പഠിക്കുക. സംഭവം മൂപ്പർ ഇപ്പോഴും ആ ബിഗ് ബോസ് ലോകത്താണ്. അതിനിപ്പോ പുറത്തു വന്നിട്ടില്ല. അതിന്റെ പ്രശ്നങ്ങളാണ് ഇതെല്ലാം. അഖിലേട്ടൻ ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ബിഗ് ബോസ് അല്ല, കേരള പൊളിറ്റിക്സ് ആണ്. ബിഗ് ബോസിൽ 20 ആൾക്കാരുടെ മുന്നിൽ വാക്സാമർത്ഥ്യം കൊണ്ട് പിടിച്ചു നിൽക്കുന്ന പോലെയല്ല ഒരു കേരള ജനതയ്ക്ക് മുന്നിൽ മൈക്കിന് മുന്നിൽ ഓരോന്ന് വിളിച്ചു പറയുന്നത്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് സംഭവം അഖിൽമാരാറ് ചിന്തിക്കാതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞതിനെ കൊണ്ടുള്ള കുഴപ്പമാണ്. ഒരു മൈക്ക് മുന്നിൽ കണ്ടു കഴിഞ്ഞാണെങ്കിൽ അപ്പം തോന്നുന്നത് എന്താണോ അത് അങ്ങോട്ട് പറയും. മുമ്പ് താൻ എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചത് എന്നതിനെ കുറിച്ച് പുള്ളിക്കാരൻ ചിന്തിക്കത്ത് പോലുമില്ല. അതിന്റെ കുഴപ്പമാണ്. കാര്യങ്ങൾ ചിന്തിച്ച് സംസാരിക്കാൻ ഇദ്ദേഹം ശീലിച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പവും വരില്ലായിരുന്നു. ഇതങ്ങോട്ട് ചുമ്മാ അങ്ങോട്ട് മൈക്ക് കാണുമ്പോൾ തട്ടി വീട് തന്നെ. അതുകൊണ്ടാണ് ഇങ്ങനെ കേരളത്തിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടാത്തതും. ഇനിയെങ്കിലും ഒരു മൈക്ക് കാണുന്ന സമയത്ത് കാര്യങ്ങൾ ചിന്തിച്ച് സംസാരിക്കാനൊന്ന് ശീലിക്കും. അല്ലാതെ എപ്പോഴും ബിഗ് ബോസ് മൈൻഡ് സെറ്റും വെച്ചാണ് കേരള പൊളിറ്റിക്സിനെ സമീപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഇടക്കാലത്തൊന്നും എയറിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിലവിൽ ഇപ്പൊ അഖിൽമാരാർ ഇലക്ഷൻ പ്രചരണങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ഭയങ്കര സജീവമാണ് കേട്ടോ. അതിനിടയിൽ അഖിൽമാരാർ മീഡിയക്ക് കൊടുത്ത ബൈറ്റിൽ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. പറയുന്നത് കൂടുതൽ പൈസ ഇവരെ ഇറക്കുന്നുണ്ട്, പൈസ ഇറക്കിയിട്ട് ഇവരെ സ്ഥാനാർത്ഥികളായി പൈസ കൊടുത്ത് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു സ്ഥാന വ്യക്തി 2020 കയ്യിൽ നിന്നോ മറ്റാരെങ്കിലും കയ്യിൽ നിന്നോ എന്തെങ്കിലും ഒരു ആനുകൂല്യം കൈപ്പറ്റിയതിന്റെ പേരിലാണെന്ന് ആരെങ്കിലും തെളിയിച്ചാൽ എന്റെ ഫ്ളാറ്റ്, ഞാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എല്ലാം ഞാൻ തന്നേക്കാം ഏത് വിധേനയും. ഇപ്പൊ അവർ ചോദിക്കുമ്പോ ലിക്വിഡ് ആയിട്ടുള്ള പൈസ തന്നോന്ന് ചോദിക്കാം. നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചോ? എന്താ അഖിൽമാരാർ ഇത് പറയുമ്പോ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങി കളിക്കുന്നത്? നേരെ ക്യാമറയിൽ നോക്കി സംസാരിക്കുക അഖിൽമാരാറെ. സാധാരണ കളവ് പറയുന്നവരാണ് നേരെ നോക്കാതെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടി കളിക്കുന്നത്. അപ്പൊ അഖിൽമാരാർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഞാൻ 1 രൂപ പോലും കൈപ്പറ്റാതെയാണ് NDA 2020 വേണ്ടി മത്സരിക്കുന്നത് എന്നുള്ളതാണ് അല്ലേ വിശ്വസിച്ച അഖിൽമാരാറെ. പ്രത്യേകിച്ച് നീ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ നല്ലോണം വിശ്വസിച്ചു. എന്തായാലും അഖിൽമാരാർ മുന്നോട്ട് വെച്ച ഓഫർ എല്ലാവരും കേട്ടല്ലോ. അഖിൽ പണം കൈപ്പറ്റിയാണ് 2020 വേണ്ടി മത്സരിക്കുന്നതെന്ന് തെളിയിച്ചു കഴിഞ്ഞാണെങ്കിൽ അഖിൽമാരാരുടെ ഫ്ലാറ്റ്, അഖിൽമാരാരുടെ കാറ് ഇതൊക്കെ തെളിയിക്കുന്ന ആൾക്ക് കൊടുക്കുമെന്നുള്ളതാണ് അഖിൽമാരാരുടെ ഓഫർ. ഇനി ഈ ഓഫറും കേട്ട് ആരും ചാടി കയറി അത് തെളിയിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടണ്ട. അഖിൽമാരാറാണ് ആള്. ഇനി ഇതൊക്കെ കേട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് തെളിയിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാണെങ്കിൽ ഇങ്ങനെ ഈ പറഞ്ഞതൊക്കെ മാറ്റി പറയും. ഞാനിപ്പോ അങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് ഇങ്ങനെ പറയും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഇങ്ങനെ. അപ്പൊ അതുവരെ കഷ്ടപ്പെട്ട് തെളിവുമായി കൊണ്ടുവന്ന് നിങ്ങൾ ആരാവും? അതന്നെ. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും കേട്ട് ആരും നിങ്ങളത് തെളിയിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു വേണ്ട. എന്തായാലും ഇങ്ങനെ അടുത്ത ഇലക്ഷൻ തളർന്ന് കേട്ടോക്കാം. ഞാൻ വന്നത് എന്റെ രാഷ്ട്രീയ ആത്മഹത്യയല്ല, കോൺഗ്രസിന്റെ ആത്മഹത്യക്ക് തുല്യമായ നടപടിയാണെന്ന് മെയ് 4-ാം തീയതി നിങ്ങൾക്ക് മനസ്സിലാവും. എഴുതി വെച്ചോളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. തൃക്കാക്കരയിൽ ഞാൻ വന്നത് എന്റെ രാഷ്ട്രീയ ആത്മഹത്യയല്ല, കോൺഗ്രസിന്റെ രാഷ്ട്രീയ ആത്മഹത്യക്ക് തുല്യമായ നടപടിയാണെന്ന് മെയ് 4-ന് നിങ്ങൾക്ക് മനസ്സിലാകും. അഖിൽമാരാർ.
കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു കേട്ടോ. ഇനി മെയ് 4-ാം തീയതി ഇവിടേക്ക് തന്നെ കാണണം, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇതിനെല്ലാം വേണ്ടി നമ്മുടെ രമേശ് ചെന്നിത്തല ഈ പറഞ്ഞ അഖിൽമാരാർക്ക് ഇട്ട് നല്ലൊരു കൊട്ടു കൊടുക്കുന്നുണ്ട് മക്കളെ. അത് അതിനേക്കാളും മുട്ടം കോമഡിയാണ്. നിങ്ങൾ തന്നെ ഒന്ന് കേട്ടോ. ഇപ്പൊ കൊല്ലത്തുനിന്ന് ഒരു പേര് കേട്ടത് അവിടെ അഖിൽ മാരാർ എന്ന് പറഞ്ഞ യൂട്യൂബർ മത്സരിക്കാൻ പോകുന്നു കോൺഗ്രസിന് വേണ്ടി നോക്കിയാണ്, അങ്ങനെ ഉണ്ടാവും? അല്ല, അതിനെപ്പറ്റി ഒന്നും ഇതുവരെ ഒരു ആലോചന ഉണ്ടായിട്ടില്ല. ഇനി പത്രങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് ദയവായി എല്ലാ മാധ്യമങ്ങളോടും ഒരു അഭ്യർത്ഥനയുണ്ട്. പഞ്ചായത്തിൽ പോലും മത്സരിക്കാൻ യോഗ്യതയില്ലാത്ത ആളുകളെ നിയമസഭയിലേക്ക് പരിഗണിക്കുന്നു നിങ്ങൾ വാർത്ത കൊടുക്കും. ഇതൊരു അവസ്ഥയാണ് നോക്കിയേ. ഇത് 2-3 മാസങ്ങൾക്ക് മുമ്പേ രമേശ് ചെന്നിത്തല പറഞ്ഞു വെച്ച കാര്യമാണ്. എനിക്ക് തോന്നുന്നത് രമേശ് ചെന്നിത്തല ഇങ്ങനെ പറഞ്ഞതിന്റെ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു അഖിൽമാരാർ നേരെ എൻഡിഎക്ക് പോയി മത്സരിക്കാൻ നിന്നത്. എന്നാലും എന്തൊരു അവസ്ഥയാണല്ലോ അഖിൽമാരാറുടേത്. സാരല്ലേ പോട്ടെ, ഇതൊക്കെ ഒരു സ്പിരിറ്റ് ആക്കി എടുത്താൽ മതി അഖിൽമാരാറെ. അങ്ങനെയെങ്കിലും നിനക്ക് കുറച്ച് നാവിനൊരു ലൈസൻസ് ഉണ്ടാവട്ടെ. ഇനിയെങ്കിലും വായി തോന്നിയത് എന്തും വിളിച്ചു പറയാന്നുള്ള നിന്റെ ആ ഒരു ചിന്ത ഉണ്ടല്ലോ, അതിനൊരു അറുതി വേണം, അത്രയേ ഉള്ളൂ. എന്തായാലും അങ്ങനെ നീളുന്നു അഖിൽമാരാർ കോമഡികൾ, അതവിടെ നിൽക്കട്ടെ. ഇനി തൃപ്പൂണിത്തറയിൽ എൻഡിഎ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഞ്ജലി നായർക്ക് വേണ്ടി ഒരു സൂപ്പർ സ്റ്റാർ ഇപ്പൊ പ്രചരണ പരിപാടിയുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാക്കും വല്ല മമ്മൂട്ടിയോ മോഹൻലാലോ ആയിരിക്കും എന്നുള്ളത്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. മമ്മൂട്ടിക്ക് മോഹൻലാലിന് മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണിത്. എനിക്ക് തോന്നുന്നത് ഈ ഒരൊറ്റ പ്രചരണത്തോടു കൂടി തൃപ്പൂണിത്തറ അഞ്ജലി നായർ തൂക്കുന്നുള്ളതാണ്. എന്തായാലും ഞാൻ കൂടുതൽ സസ്പെൻസ് അടുപ്പിക്കാതെ ആളാരാണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ദാ കണ്ടോക്കി. ഹായ് പെരേര, ഇതെന്താണ് സംഭവം? അപ്പോ അഞ്ജലി ചേച്ചി നമ്മള് അഞ്ജലി നായർ മത്സരിക്കാൻ ചേച്ചി മത്സരിക്കുക. ചിഹ്നം എന്താണ്? ചിഹ്നം ചക്ക. അപ്പൊ ചക്ക ചിഹ്നത്തിൽ മത്സരിക്കുന്ന അഞ്ജലി നായർക്ക് എല്ലാവരും വോട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. അപ്പൊ അറിയാല്ല, ചിഹ്നം ചക്കയാണ്, നമ്മുടെ NDA ആണ് നമ്മുടെ ഇലക്ഷൻ. ഭാഗ്യം ഇങ്ങനെ സ്ഥാനാർത്ഥി ചക്ക, ചിഹ്നം അഞ്ജലി നായർ എന്നൊന്നും പറയാത്ത. എന്തായാലും ഇതോടുകൂടി തൃപ്പൂണിത്തറന്റെ കാര്യത്തിൽ തീരുമാനമായി മക്കളെ. ഇനി അഞ്ജലി നായർ തൂക്കും. അത് എനിക്ക് തോന്നുന്നത് അലൻ ജോസ് പെരേരയുടെ ഒരു ഒറ്റ പ്രമോഷൻ കൊണ്ട് 1 ലക്ഷം വോട്ടെങ്കിലും അഞ്ജലി നായർക്ക് മറിയുന്നുള്ളതാണ്. കാരണം വന്നിരുന്ന അഞ്ജലി നായർക്ക് പ്രമോഷൻ കൊടുത്തത് ആരാ? സാക്ഷാൽ അലൻ ജോസ് പെരേര. പോരത് ഇതൊക്കെ കാണണം പഠിച്ചോനെ. എന്തായാലും അത് അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് നേരെ കൊല്ലത്തെ കുണ്ട്രയിലേക്ക് ഒന്ന് പോകാം. അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നവരാണ് മണ്ണന്റെ ഉള്ളിൽ റോബിൻ രാധാകൃഷ്ണൻ. ഇനി ഇന്നലെ റോബിൻ ജനങ്ങൾക്ക് മുന്നിൽ വലിയൊരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. ഓക്കെ, അപ്പൊ മറക്കണ്ട, കുണ്ട്ര മണ്ഡലത്തില് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ NDA കാൻഡിഡേറ്റ് ആയിട്ട് വിജയിച്ചു കഴിഞ്ഞാൽ വിജയിച്ച റിസൾട്ട് വരുന്നതിന് 90 ദിവസത്തിനുള്ളിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജിനെ കുണ്ട്ര മണ്ഡലത്തിൽ കൊണ്ടുവരും. കൊല്ലമല്ല, കുണ്ട്ര മണ്ഡലത്തിൽ ഞാൻ കൊണ്ടുവരും. ഡയറക്റ്റായിട്ട് നമ്മുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കാനും ഇന്ററാക്ട് ചെയ്യാനും അവർക്ക് ഒന്ന് കാണാനും ഉള്ള ഒരു അവസരം ഞാൻ ചെയ്തു കൊടുക്കും. അതെ, വല്ലാത്തൊരു ഓഫറായി പോയത്. തന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാണെങ്കിൽ സ്വന്തം നാടായ കുണ്ട്രയിലേക്ക് നരേന്ദ്രമോദിജിയെ കൊണ്ടുവരും പോലും. അല്ലെ, ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന് തന്നെ അറിയാം ഇവൻ കുണ്ട്രയിൽ ജയിക്കാൻ പോണില്ല എന്നുള്ളത്. അപ്പൊ പിന്നെ എന്ത് ഓഫർ നൽകാലോ? നരേന്ദ്രമോദിയെ കൊണ്ടുവരാം, അമ്പിളിമാമനെ പിടിച്ചു തരാം, അങ്ങനെ പല ഓഫർ നൽകാം. എന്തായാലും കൊള്ളാം റോബിന്റെ ഓഫർ. പിന്നെ പറയുന്ന റോബിൻ ആയതുകൊണ്ട് നമുക്കറിയാം തള്ളിന്റെ ആശാനാന്നുള്ളത്. ഇനി അതിനിടയിൽ ഇന്നലെ ചാനൽ ചർച്ചയ്ക്കിടെ മറ്റൊരു കോമഡിയും കൂടി നടന്നു കേട്ടോ. മാതൃഭൂമി ന്യൂസിൽ ഇങ്ങനെ ചാനൽ ചർച്ച ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിനിധീകരിക്കുന്ന ആൾക്കാർ ആ ചർച്ചയിലുണ്ട് കേട്ടോ. അപ്പൊ അതിൽ BJP കാരനായിട്ടുള്ള മനു പ്രസാദിനോട് അവതാരക ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് മുട്ടൻ കോമഡിയാണ് മക്കളെ. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. BJPയുടെ കാൻഡിഡേറ്റ് ആരാണ് തൃപ്പൂണിത്തുറയിൽ? മനുവിന് അറിയുമോ? ആരാണെന്ന് ആരെയൊക്കെ അറിയില്ലേ തൃപ്പൂണിത്തുറയിൽ? എനിക്കറിയാം. മനുവിന് അറിയുമോ? എനിക്കെന്താ അറിഞ്ഞൂടാത്തത്? ആരാണ്? അതാരാണെന്ന് ആരെയൊക്കെ അറിയില്ലെങ്കിൽ അറിയണ്ട. ഒരു മാധ്യമ പ്രവർത്തകൻ എനിക്കറിയാം. BJPയുടെ കാൻഡിഡേറ്റ് ആരാണെന്ന് എനിക്കറിയാം. അല്ല, അത് മനുവിന് അറിയുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്താ മനു അങ്ങോട്ട് തൊള്ള തുറന്ന് പറയും അഞ്ജലി നായരെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടു. പിന്നെ ചോദ്യം അറിയാമെങ്കിൽ അറിയില്ലെങ്കിൽ പറയണ്ടേ? ആര്യാന്നുള്ളൊരു ജേർണലിസ്റ്റ് BJPയുടെ പത്രസമ്മേളനം നടത്തി കാൻഡിഡേറ്റ് പ്രഖ്യാപിച്ച് NDA കാൻഡിഡേറ്റ് അറിയില്ലെങ്കിൽ പറയണ്ട. BJPയുടെ പത്രസമ്മേളനത്തിലല്ല അനൗൺസ്മെന്റ് വന്നത്. BJPയുടെ കാൻഡിഡേറ്റ് ആരാണ് തൃപ്പൂണിത്തുറയിൽ? ഞാൻ ചോദിട്ടെ, NDA മുന്നണിയിൽ ഉള്ള ഒരാളുടെ ഇത് പ്രഖ്യാപിച്ചു, അതിൽ ആരാണെന്ന് അറിയില്ലെങ്കിൽ പറയണ്ടെന്ന്. നിങ്ങൾ ഇത്രയും വസ്തുത ഏറ്റവും ഒരു ചെറിയ ചോദ്യം ചോദിക്കുന്നത് വളരെ വിനയത്തോടു കൂടി മനുവിനോട് ചോദിക്കുകയാണ്. ചോദ്യം ചോദിച്ചു പറ. അത് ഞാൻ ചോദിക്കട്ടെ, 2020 കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് സംശയം ഉണ്ടോ? എനിക്കറിയാം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന്. ആ പ്രഖ്യാപിച്ച കാൻഡിഡേറ്റ് അവിടെ റിപ്പോർട്ടുണ്ട്, വിളിച്ചു ചോദിച്ചാൽ. എന്റെ ചോദ്യം തൃപ്പൂണിത്തറയിൽ BJPയുടെ NDAയുടെ കാൻഡിഡേറ്റ് ആരാണ്? സൗണ്ട് കേൾക്കുന്നില്ല എന്നൊക്കെ ഉത്തരം മുട്ടിയപ്പോ ആശാന്റെ സൗണ്ട് കേൾക്കില്ല എന്നൊക്കെയായി. എന്താണ് എന്റെ മനോങ്കളെ? സ്വന്തം പാർട്ടിക്ക് വേണ്ടി തൃപ്പൂണിത്തറയിൽ ആരാന്ന് മത്സരിക്കുന്ന പോലും മനോങ്കളിനെ അറിയില്ല. ഇതാണ് BJPക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത്. പോട്ടെ, ഈ തർക്കിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ടേബിളിന്റെ അടി കൂടെ ഗൂഗിൾ ചെയ്ത് കണ്ടെത്തിയാൽ പോരെ ആരാന്നുള്ളത്. അതിനുള്ള ബുദ്ധി പോലും മനോങ്കളിന് ഇല്ലല്ലോ എന്നുള്ളതാണ്. എന്തായാലും കൊള്ളാം, യുവന്മാരിത് ചിരിപ്പിച്ച് കൊല്ലുന്നാ തോന്നുന്നത്. ബാക്കി കേട്ടോക്കെ എന്തായാലും. BJP പ്രതിനിധിയായി വന്നു നിൽക്കുന്ന യുവമോർച്ചയുടെ നേതാവായ താങ്കൾക്ക് പോലും തൃപ്പൂണിത്തറയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയില്ല. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ.
അല്ല, ഞാൻ ആര്യ, നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് നേരിട്ടിങ്ങ് ചോദിച്ചാൽ മതി. അതിന്റെ ഇടയിൽ സ്ഥാനാർത്ഥിയാണെന്ന് അറിയാമെന്നുള്ള ചോദ്യം നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന, ഇവിടെ നിരവധി തവണ പത്രസമ്മേളനം നടത്തിയ, നിങ്ങളുടെ തന്നെ ചാനലിൽ ബൈറ്റ് കൊടുത്ത ഒരു സ്ഥാനാർത്ഥി ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുണ്ടെങ്കിൽ അത് പറയാൻ എനിക്ക് താല്പര്യമില്ലെന്നാണ്. അതെ, അങ്ങനെ നിങ്ങൾക്ക് അറിയാത്ത കാര്യം എന്റെ വായിലൊന്ന് പറഞ്ഞു തരുമെന്ന് നിങ്ങൾ കരുതണ്ട. അല്ല മനോങ്കള് ആരാന്ന് അറിയാത്തത് കൊണ്ടല്ലേ കേട്ടോ, മനോങ്കളായിട്ട് ആരാന്ന് പറഞ്ഞു തരില്ല, അതുകൊണ്ടാണ്. എന്തൊരു കോമഡിയാണെന്ന് നോക്കി ബാക്കിയുടെ കണ്ടുനോക്കാം. അത് തൃപ്പൂണിത്തുറയിലെ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞു. ഞാൻ തൃപ്പൂണിത്തുറ വിട്ടു മനു. കൊടുങ്ങല്ലൂരിൽ ആരാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി? പിന്നെ അടുത്ത പറയും. കൊടുങ്ങല്ലൂരിൽ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? NDA സ്ഥാനാർത്ഥിയാണ്, 2020 സ്ഥാനാർത്ഥിയാണ്. ആരാണത്? അല്ല, ഞാൻ അങ്ങനെ ഇപ്പൊ ഉത്തരം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതെ, ഉത്തരം അറിഞ്ഞിട്ട് വേണ്ട ഉത്തരം പറയാൻ ഉദ്ദേശിക്കാൻ, അല്ലേ? അല്ല, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കാണ്. ഈ പാർട്ടി മണ്ടന്മാരെ തെരഞ്ഞു പിടിച്ച് പാർട്ടി കൊണ്ടിടുന്നതാണോ, അത് ഈ പാർട്ടിയിൽ ചേർന്നതിന് ശേഷം ചേർന്നവരെല്ലാം മണ്ടന്മാരായി മാറുന്നതാണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ലേ. ഇനി നമുക്ക് അടുത്ത ഇലക്ഷൻ കോമഡികളുമായിട്ട് വീണ്ടും കാണാം. അപ്പൊ ബൈ.